ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ റെസിപ്പി എന്ന് നമ്മളൊരു നോൺ വെജ് റെസിപ്പിയാണ്, ഫിഷ് കറിയാണ്. അതിന് വേണ്ടി ആദ്യം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുവാണ്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഇതൊരു ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറിയാണ്, തേങ്ങയൊക്കെ അരച്ച് വെച്ച ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട, ഉലുവയാണെങ്കിൽ മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. എന്നിട്ട് അതിൽ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 6 തൊട്ട് 7 എണ്ണം ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ, അങ്ങനെ നല്ല ഡാർക്ക് ഷെയ്ഡൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ അങ്ങ് ടേൺ ആകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സിം ചെയ്തിട്ട് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. കണ്ടില്ലേ, ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എപ്പോഴും നമ്മൾ മസാലകൾ ഇടുമ്പോൾ ഇതുപോലെ ഇപ്പം ഉള്ളിയില്ലേ, ഉള്ളിയുടെ പുറത്ത് ഇട്ട് കൊടുക്കുക. അങ്ങ് ഡയറക്റ്റ് ആ ചട്ടിയിൽ വിടുന്ന പോലെ ഇടാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞ് കിട്ടും, അതുകൊണ്ടാണ്. അതുപോലെ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഒരു 1/4, അതാണ് റേഷ്യോ. മുളക് പൊടി ഒരു ഇത്തിരി കൂടുതലും മല്ലിപ്പൊടി കുറച്ച് ഒരു നുള്ളിന് കുറവായിരിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. എന്നിട്ട് നമ്മളിപ്പം ഇതിനകത്ത് കുറച്ചും കൂടെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ സമയം ഗ്യാസും കൂടെ ഓഫ് ചെയ്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ടൊന്നും വറുക്കാൻ പാടില്ല, ആ ഒരു ചട്ടിയുടെ ചൂടിൽ ജസ്റ്റ് ഈ മസാലയുടെ കൂടെ ഒന്ന് മിക്സായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ സമയം ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. ചട്ടിയുടെ ചൂട് തന്നെ ധാരാളമാണ് തേങ്ങയ്ക്ക്. അപ്പോൾ നമ്മളൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇത് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചുമല്ല, കുറച്ചും കൂടെ അരയ്ക്കണം, അത്രയ്ക്കേ ഉള്ളൂ. ശരി, ഇതിനകത്ത് ഞാൻ കുറച്ച് ചൂര മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് കറി വയ്ക്കാവുന്നതാണ്. അപ്പം ഞാൻ അരച്ചെടുത്ത അരപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ് മീനിൻ്റെ പുറത്ത്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്യുക. ആ മിക്സി ജാറിനെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് മുരിങ്ങയ്ക്കായ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീനിന് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുക. അതുപോലെ കുറച്ച് പുളിവെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് വാളംപുളിയാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിന് വാളംപുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഞാനിതാണ്ട് കണ്ടില്ലേ, 1 കപ്പിൻ്റെ അളവിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലോണം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്താണ് ആഡ് ചെയ്തിട്ടുള്ളത്, നല്ല കട്ടിക്കുള്ള പുളിയല്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും വറുത്തരച്ച കറിയെന്ന് തന്നെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് മീൻസ് നമ്മൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുക്കണോണ്ടാണ് ഇതിൻ്റെ പേര് വറുത്തരച്ച കറി എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ തേങ്ങ നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കണ പോലെ തേങ്ങ ഇതിൽ മൂപ്പിച്ചെടുക്കാൻ പാടില്ല. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മീൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
തിളയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ചെറുതായിട്ട്. നല്ല അടിപൊളിയായിട്ട് മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടിപൊളി വീഡിയോയിൽ കാണാം. താങ്ക്